യഹോവയായ ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ ആർക്കും തന്നെ സാധ്യമല്ല. എബ്രായർ 9:27. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും മരം പുല്ല് വയ്ക്കോൾ വിലയേറിയ കല്ല് ഇവകൾ പണിയുന്നു എങ്കിൽ ദൈവം ഇവയെ തീയിൽ കൂടെ ശോധന ചെയ്യും. ഒരുവന്റെ പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുവന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ. 1 കൊരിന്ത്യർ 3:10 വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഗാനം ഈ പാടുന്ന എന്നെയും നമ്മളെല്ലാവരും ശോധന എന്ന വാക്യമാണ്. യഹോവയായ ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ എല്ലാം കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ആ ഗാനമാണ് ഞാനിപ്പോൾ പാടി. കേസിലൊക്കെ മാർക്കോസാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിരവധി ഗാനങ്ങളൊക്കെ കൃപയാൽ എഴുതാറും ഞാൻ ഉദ്ദേശിക്കുന്നതായ പിച്ചിൽ ചിലപ്പോൾ പറ്റത്തില്ല, എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവയാം ദൈവം കാര്യം തീർക്കുന്ന നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയാം ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്വത് നല്ലതാകിലും അത് തീയതാകിലും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്വത് നല്ലതാകിലും അത് തീയതാകിലും അതിന് തക്ക പ്രാപിക്കുവാൻ ന്യായാസനത്തിൽ മുൻപിൽ വെളിപ്പെടേണം, നമ്മൾ വെളിപ്പെടേണം. യഹോവയാം ദൈവം കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും
സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും തന്നെ അത് സാധ്യമല്ലേ, അത് സാധ്യമല്ലേ. കാര്യം തീർക്കുന്ന നാളിൽ ഒരു യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ ആരെങ്കിലും പൊന്നു വെള്ളി കല്ലും മരം വൈക്കോൽ പണിതാൽ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ ആരെങ്കിലും പൊന്നു വെള്ളി കല്ലും മരം വൈക്കോൽ പണിതാൽ, ഇവയെ തീയിൽ കൂടി ഒരു നാൾ ശോധന ചെയ്യും, ദൈവം ശോധന ചെയ്യും. ഒരുവന്റെ പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുവന്റെ പ്രവൃത്തി ബന്ധുപോയെങ്കിലോ അവന് ഛേദം വരും. രക്ഷിക്കപ്പെടും എന്ന തീയിൽ കൂടെ എന്ന പോലെ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റിയട്ടെ. ഹല്ലേലൂയ. ഒരു ശബ്ദത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയട്ടെ. ഇത്രയും പ്രായമുള്ള ഞാൻ ഇത്രയും ശബ്ദവൃത്തി പാടുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കൊതുക് പോലും അനങ്ങാത്തതിൽ ഒരു ഹല്ലേലൂയ പറയുന്നില്ല, സ്തോത്രം പറയുന്നില്ല. ദൈവത്തെ സ്തുതിച്ചോട്ടെ ശബ്ദത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.